കമ്മൽ കാണുന്നുണ്ടോ നിങ്ങൾ? കമ്മലും കൂടെ കാണാനല്ലേ ഇരുന്നു. കുറച്ച് ഹെയർ സ്റ്റൈൽ പഠിക്കണം. ഇപ്പോഴും ഒരേ ഒരു ഹെയർ സ്റ്റൈൽ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ കൂടെ ഷോളുണ്ട്. ഒരു മുസ്ലിം കട്ടൊക്കെ ഉണ്ടല്ലേ, അതെനിക്ക് തോന്നിയായിരിക്കാം മേ ബി. എങ്ങനെയുണ്ട് ഈ ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇനിയും കുറേ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, മേക്കപ്പ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേൾ ചെയ്ത് കിടക്കുന്ന മുടി. പക്ഷേ ഇച്ചിരി കൂടെ കേളായി കടന്നേനെ. ഞാൻ ഓൾറെഡി എൻ്റെ സ്മൂത്തനിങ് ഞാൻ പറഞ്ഞല്ലോ, സ്മൂത്തനിങ് ചെയ്ത് കിടക്കുന്ന ഹെയർ ആയതുകൊണ്ട് ഒരുപാട് കേളിങ് ഒരുപാട് നേരം കിടക്കത്തില്ല. പിന്നെ ഞാൻ ഇതൊന്നും സെറ്റിംഗ് സ്പ്രേ ഒന്നും അടിച്ചല്ല ഞാൻ കറക്റ്റ് ഇതൊന്നും ചെയ്ത് വെച്ചത്. രാവിലെ പോകണമെന്ന് പ്ലാൻ ചെയ്തപ്പോഴേക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് മുടി ചീവിയിട്ട് ഞാൻ ആ സാധനം വെച്ചൊന്ന് റോൾ ചെയ്ത് വെച്ച് കൂടിപ്പോയി 2 മിനിറ്റ് അല്ല 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ച് കാണുമായിരിക്കാം. പക്ഷെ ഹെയർ എങ്ങനെയാണ് സ്മൂത്ത് ചെയ്യാത്ത ഹെയർ ആണെങ്കിൽ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് ഹെയർ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ലോങ് ലാസ്റ്റിങ് ചെയ്യും ആ കേൾസ്. പക്ഷെ എൻ്റെ ഓൾറെഡി ഞാൻ സ്മൂത്ത് ചെയ്ത് ഇട്ടേക്കുന്നതുകൊണ്ടായതുകൊണ്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചാലും കേൾ ഒരുപാട് നേരം നിൽക്കുമെന്ന് മീൻസ് നിൽക്കത്തില്ല. അല്ലാതെ നോർമലിലുള്ള ഹെയർസിനാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് വെക്കുവാണെങ്കിൽ ഒരുപാട് നേരം ലോങ് ലാസ്റ്റ്. ബട്ട് നോൺ മേക്കപ്പ് ലുക്ക് തന്നെയാണ്, ഒരുപാട് മേക്കപ്പ് ഇട്ടൊരു ഫീലില്ല. പിന്നെ ഐ മേക്കപ്പ് കൺസീലർ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കളർ ചേഞ്ച് എപ്പോഴും വന്നിട്ടിരിക്കുവാണെങ്കിൽ ഒറ്റ കൺസീലർ വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു സ്റ്റാർട്ടർ ആണെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ്, മിക്സ് ചെയ്തിടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. ആ മിക്സ് ചെയ്യുന്നത് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് പഠിച്ചാൽ മാത്രം മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പറയുന്നില്ലേ, അത് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യണം. ഷെയ്ഡ് അഡ്ജസ്റ്റ് ചെയ്താകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ പോകത്തില്ല. ഈ ഒരു ഒറ്റൊരു പാലറ്റ് കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് ഈ ഒരു ഒറ്റൊരു പാലറ്റ് എല്ലാ കളറുമായിട്ട് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഇത് രണ്ടുമായിട്ട് മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ 3 എണ്ണമായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. മീൻസ് എൻ്റെ ടോണുള്ള എന്നെക്കാട്ടി ഒരു ഇച്ചിരി കൂടെ ഫെയർ ആണ് 2 ഈ ഷെയ്ഡിൻ്റെ NYBയുടെ കളർ കറക്റ്റിൻ്റെ ഷെയ്ഡിൻ്റെ. അപ്പം ഇതുണ്ടെങ്കിൽ അത്യാവശ്യം ബെറ്റർ ആയിരിക്കും. അല്ലാതെ എപ്പോഴും വെയിലത്ത് പോയി കറങ്ങി നടന്നിട്ട് വാങ്ങുന്നവർക്ക് കൺസീലർ, നോർമൽ കൺസീലറിൻ്റെ പിന്നെ നിങ്ങൾ 2-3 വാങ്ങേണ്ടതായിട്ട് വരും. ഇതിൽ ആ കൺസീലർ ഇല്ല, ഞാൻ ജസ്റ്റ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ കൂടെ ഞാൻ പറയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫൗണ്ടേഷൻ ഇട്ട് വലിയ രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ വലിയ